വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കാൻ വേണ്ടി പൂർണ്ണമായും തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവസാനം തൻ്റെ ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെ അവളുടെ എന്താ പറയുക, അവളുടെ ഒരു വ്യക്തിത്വം തന്നെ അപ്രത്യക്ഷമാകുന്നിടത്ത് അത് കഴിഞ്ഞ് പുരുഷൻ അവളെ തിരസ്കരിക്കുന്ന സമയത്ത് എവിടെയാണ് ഇതിൽ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കേണ്ടതെന്ന് പലപ്പോഴും ഞാൻ സംശയിക്കാറുണ്ട്. എവിടെ തൊട്ട് വേണം, അത് എത്ര സമൂഹം അംഗീകരിക്കുന്നതാണ്. അപ്പം എൻ്റെയൊക്കെ ജീവിതം നോക്കിയാൽ ശരിക്കും എനിക്ക് ഈർഷ്യ തോന്നാറുണ്ട്. എന്നെയൊക്കെ സഹിക്കാൻ പഠിപ്പിച്ച എൻ്റെ അമ്മയുടെ തലമുറയോട് തീർച്ചയായിട്ടും എനിക്ക് അത്ര ദേഷ്യം തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അന്ന് ഞാനൊക്കെ സഹിച്ച കാര്യങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ പുരുഷന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ പുരുഷൻ ചെയ്യേണ്ടതല്ലേ, ഒരു സ്ത്രീ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ നമുക്ക് അത്രയ്ക്കും വിഷമം തോന്നാറുണ്ട്. ഞാനൊക്കെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രയ്ക്കധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഇടം ഉണ്ടാക്കിയെടുത്തത്. ഒരു 10 കൊല്ലം നിരന്തരം സമരം ചെയ്തിട്ടാണ് എന്നെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം നമ്മൾക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി. എനിക്ക് 2 കാൽ വെച്ച് എൻ്റെ സ്വന്തം കാലിൽ ചവിട്ടി നടക്കാനുള്ള ഒരു ഇടമുണ്ടാക്കാൻ അത്രയ്ക്കും സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ